രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ സമയത്ത് സിനിമയും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു മഹേശ്വർ. മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയുന്ന ഭാഗത്തു നിന്നും മുന്നോട്ടു പോയപ്പോൾ വിജനമായ പ്രദേശത്തെത്തിയതും ചെറിയൊരു പേടി അവനെ കീഴടക്കി. കുറച്ചു മുന്നേ കണ്ട ഇൻസൈഡിയസ് ദി ലാസ്റ്റ് കീ എന്ന ഹൊറർ സിനിമയിലെ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. ബൈക്കിന് പിന്നിൽ ആരോ ഇരിക്കുന്നുണ്ടോ? ഒരു സംശയം പോലെ. തിരിഞ്ഞു നോക്കാനും പേടി. പുല്ല്, ആ തെണ്ടി സൈമനോട് പറഞ്ഞതാ ഈ സിനിമയ്ക്ക് പോകണ്ടെന്ന്. അപ്പോൾ ആ പന്നിക്ക് അത് കണ്ടേ തീരൂ. അവനെ മനസ്സിൽ സ്മരിച്ചിട്ട് അല്പം കൂടി മുന്നോട്ടേക്കൊന്ന് കയറിയിരുന്നു കൊണ്ട് അവൻ ബൈക്ക് 100 വിട്ടു. വീടിനടുത്ത് എത്തിയതും ശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ ബൈക്ക് ഓഫ് ചെയ്തിട്ട് അവൻ താഴെ ഇറങ്ങി വണ്ടി തള്ളി. രാത്രി സിനിമയ്ക്ക് പോകുന്നതിൽ അച്ഛന് പ്രശ്നമില്ലെങ്കിലും അമ്മയ്ക്കത് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് രാത്രിയുള്ള സിനിമയ്ക്ക് പോക്ക് ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയുമാണ്. വർക്ക് ഫ്രം ഹോം ആണെങ്കിലും കാലത്ത് പണിക്ക് കയറിയാൽ പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ തല പൊക്കാൻ സാധിക്കും. ശനിയും ഞായറും ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പണിയുമായിട്ട് വരും. അന്നു പിന്നെ അതിൻ്റെ പുറകെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല. ശബ്ദം കേൾപ്പിക്കാതെ ഗേറ്റ് തുറന്ന ശേഷം അവൻ ബൈക്ക് അകത്തേക്ക് കയറ്റി സൈഡ് സ്റ്റാൻഡിൽ വെച്ചു. ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും വീടിൻ്റെ സ്പെയർ താക്കോൽ എടുക്കുന്നതിനിടയിൽ യാദൃശ്ചികമായാണ് അവൻ്റെ നോട്ടം തൊട്ടടുത്ത അമ്മാവൻ്റെ വീടിന് നേർക്ക് നീണ്ടത്. മതിലിനപ്പുറത്ത് അമ്മാവൻ്റെ വീട്ടുമുറ്റത്ത് ഇരുട്ടിൽ ഒരു കറുത്ത രൂപം. ഒരു നിമിഷം കൊണ്ടവൻ വിയർത്തു കുളിച്ചു. ഇതതു തന്നെ. ഇത്രയും നേരം ബൈക്കിന് പുറകിലുണ്ടായിരുന്ന പ്രേതം അതാ അമ്മാവൻ്റെ വീട്ടുമുറ്റത്ത്. വീട്ടുകാർ അറിയാതെയാണ് രാത്രി സിനിമയ്ക്ക് പോയതെന്നോർക്കാതെ അവൻ പേടിച്ചലറി. പക്ഷേ ആരോ കഴുത്തിന് കുത്തിപ്പിടിച്ചതുപോലെ ചെറിയൊരു അപശബ്ദം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അമ്മാവൻ്റെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ആ രൂപം ഞെട്ടിത്തിരിഞ്ഞു. 2 വീടുകളുടെയും മുറ്റത്ത് ഇരുട്ടായിരുന്നെങ്കിലും നേരിയ നിലാവെളിച്ചം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിൽക്കുന്നവനെ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അവനെ കണ്ടതും അമ്മാവൻ്റെ വീടിന് മുന്നിൽ നിന്നിരുന്ന ആ രൂപം പെട്ടെന്ന് താഴേക്ക് കുനിഞ്ഞു. അതോടെ മതിലിനപ്പുറത്ത് ആ രൂപത്തെ അവന് കാണാൻ പറ്റാതെയായി. സാധാരണ പ്രേതങ്ങൾ അപ്രത്യക്ഷമാവുകയല്ലേ ചെയ്യുന്നത്? ഇതെന്തോന്ന്, താഴേക്ക് കുനിയുന്ന പ്രേതമോ? മാത്രമല്ല ആ പ്രേതത്തിൻ്റെ പുറകിലൊരു ബാക്ക് പാക്കും ഉണ്ട്. ഈശ്വര, കള്ളനായിരിക്കുമോ? 4 ദിവസം കൂടി കഴിഞ്ഞാൽ കല്യാണം നടക്കാനുള്ള വീടാണ്. അമ്മാവൻ്റെ പൊന്നാര മോള് ആമ്പലല്ല ചാമ്പല്. ഥു, അവളെക്കുറിച്ചോർത്തതും അവൻ്റെ ഉള്ളം കാൽ മുതൽ ഉച്ചി വരെ പെരുത്തു കയറി. അവളുടെ കല്യാണത്തിനുള്ള ആഭരണങ്ങൾ അടിച്ചു കൊണ്ടുപോകാൻ വന്നവനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ സഹായിച്ചിട്ട് തന്നെ കാര്യം. പിന്നൊന്നും ആലോചിക്കാതെ അവൻ മതിലിന് മുകളിലേക്ക് കൈ രണ്ടും കുത്തി ഉയർന്നു പൊങ്ങി. കള്ളൻ നിലത്ത് തന്നെ കുനിഞ്ഞിരിക്കുകയാണ്. തലയിലൊരു ക്യാപ്പുമുണ്ട്. ഇത് കള്ളൻ തന്നെ, അവൻ ഉറപ്പിച്ചു. മതിലിനപ്പുറത്ത് നിന്നിരുന്ന താൻ കാണാതിരിക്കാൻ ആള് നിലത്ത് കുത്തിരിക്കുകയാണ്. കൊള്ളാം. കൈ രണ്ടും നിലത്ത് കുത്തി താഴേക്കും നോക്കി പതുങ്ങിയിരിക്കുന്നത് കൊണ്ട് മതിലിൻ്റെ മുകളിൽ നിന്ന് എത്തി നോക്കുന്ന മഹേശ്വരന് അയാൾക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. അവൻ നോക്കി നിൽക്കെ ആ കള്ളൻ 4 കാലിൽ നടന്ന് മതിലിന് അടുത്തേക്ക് വന്നിട്ട് കൈ രണ്ടും മതിലിൽ കുത്തി താഴെ ഇരുന്നു കൊണ്ട് തന്നെ മുകളിലേക്ക് നോക്കി. പക്ഷേ നോക്കിയത് മതിലിന് മുകളിൽ നിന്ന് അയാളെ തന്നെ നോക്കി നിൽക്കുന്ന മഹേശ്വരൻ്റെ മുഖത്തേക്കായിപ്പോയി. കള്ളൻ്റെ ആ മുഖം കണ്ടതും അത്ഭുതം കൊണ്ടവൻ്റെ വാ പൊളിഞ്ഞു. ആമ്പൽ, നീ എന്താടി ബാങ്കിലെ ജോലി നിർത്തി മോഷണം തുടങ്ങിയോ? അതും സ്വന്തം വീട്ടിൽ നിന്ന്? അറിയാതവൻ ചോദിച്ചുപോയി. ശേ, മിണ്ടാതിരിക്കടാ പട്ടി. അവൾ ചാടി എഴുന്നേറ്റ് കൈ ഉയർത്തി അവൻ്റെ വാ പൊത്തി. അതോടെ മതിലിൽ നിന്നും പിടിവിട്ട അവൻ താഴേക്ക് ഇരിക്കക്കുത്താലെ വീണു. അപ്പുറത്ത് നിന്നവൾ മതിലിന് മുകളിലേക്ക് ചാടിക്കയറുന്നതും അവിടെ നിന്ന് തൻ്റെ അടുത്തേക്ക് ചാടി ഇറങ്ങുന്നതും കണ്ട് വീണ്ടും അവൻ്റെ വാ പൊളിഞ്ഞു. ഇവളിത് സ്ഥിരം മതിൽ ചാട്ടം തന്നെ പരിപാടി. നിലത്ത് കിടന്നുകൊണ്ട് അവൻ ഉറപ്പിച്ചു. അവൾ കൈ പുറകിലേക്ക് എത്തിച്ച് ബാക്ക് പാക്ക് തുറക്കുന്നതും അതിൽ നിന്നും എന്തോ എടുക്കുന്നതും കണ്ട് അവൻ ചാടി എഴുന്നേറ്റ് തൊട്ടടുത്ത് കിടന്നിരുന്ന കരിങ്കല്ല് എടുത്തു പിടിച്ചു. എന്നെ എന്തെങ്കിലും ചെയ്ത അമ്മച്ചിയാണ് ഞാൻ കല്ല് വലിച്ചെറിയും. പോട പൊട്ട, നിന്നെ ഒന്നും ചെയ്യാനല്ല. അവൾ മുന്നിലേക്ക് നീട്ടിയ കയ്യിൽ മൊബൈൽ ആയിരുന്നു എന്ന് കണ്ടതും അവൻ കല്ല് താഴത്തേക്കിട്ടു. അല്ല, എന്താ നിൻ്റെ പരിപാടി? അതൊക്കെ പറയാം. ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഒരു 10,000 രൂപ നിനക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു തരും.
നീ ആ വാ അടച്ചു വെച്ചിട്ട് പറ്റുമോ ഇല്ലയോ എന്ന് പറ. 10,000 എന്ന് കേട്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ചെങ്കിലും ഗൗരവം വിടാതെ തന്നെ അവൻ ചോദിച്ചു, എന്ത് മാങ്ങാത്തൊലിയാ? എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണം. എന്തിന്? എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. പിന്നെ പോടി. ഇഷ്ടമല്ലെന്നോ? എന്നിട്ട് അമ്മാവനും അമ്മായിയും പറഞ്ഞത് അങ്ങനെയൊന്നുമല്ലല്ലോ. അതല്ലേ ഞാൻ പോകുന്നേ. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഏ? അത്ഭുതത്തോടെ അവളെ കണ്ണുമിഴിച്ച് നോക്കിയിട്ട് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒച്ചയെടുക്കല്ലടാ തെണ്ടി. ചുറ്റിനും നോക്കിയിട്ട് അവൾ മുരണ്ടു. പോടി പുല്ലേ. ഹോ, എന്തൊക്കെയായിരുന്നു. അമ്മാവൻ്റെ പുന്നാര മോള്, അമ്മമ്മയുടെ കണ്ണിലുണ്ണി, ഒലക്കേടാ മൂട്. എൻ്റെ അമ്മയാണെങ്കിലോ ഏത് നേരം നോക്കിയാലും അവളെ കണ്ടുപിടി, അവളെ കണ്ടുപിടി എന്ന് പാടിക്കൊണ്ട് നടപ്പല്ലായിരുന്നു. ദേ കിടക്കണം. ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയല്ലോ. ഈശ്വര, അമ്മേ, തമ്പായി. അവൻ മുകളിലേക്ക് നോക്കി ഒന്ന് തൊഴുതിട്ട് തുടർന്നു. ഇവളെയും കൊണ്ട് ഒളിച്ചോടുന്നവൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക്. എന്തായാലും ഈ സന്തോഷ വർത്തമാനം ഞാനിപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കട്ടെ. അമ്മാവാ പൂയ്. അവൾ മുന്നിലേക്ക് ചാടി അവൻ്റെ വാപുത്തി. നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ? അവനുടെ കൈ കുടഞ്ഞെറിഞ്ഞു. ഹ, വിടടി പട്ടി. ഒച്ചയെടുക്കല്ലെന്നോ? ഇല്ലേ താളവട്ടത്തിൽ ജഗതി പറയും പോലെ. നിന്നോട് മാത്രമല്ല, ഇത് ഞാൻ ഈ നാട്ടുകാരോട് മൊത്തം പറയും. ഇനി ഞാനൊരു മൈക്കും ഒരു സൈക്കിളും എടുത്തുകൊണ്ട് ഇറങ്ങാൻ പോവുക. ഈ നിന്നെ നിൻ്റെ അച്ഛനെ. ഓ, അത് വേണ്ട. പുള്ളി എൻ്റെ അമ്മാവനായി പോയില്ലേ. നീ നോക്കിക്കോടി. നിന്നെ ഈ നാട്ടിൽ മൊത്തം നാട്ടിച്ചില്ലെങ്കിൽ നിൻ്റെ പേര് നിൻ്റെ പട്ടിക്കിട്ടും. ടപ്പേ. താൻ ജഗതിയായാൽ അവൾ സോമനാകും എന്നോർക്കാതെ പറഞ്ഞതിന് കിട്ടിയ അടിയും വാങ്ങി അവൻ അല്പനേരം മിഴിച്ചു നിന്നു. നീ എന്നെ തല്ലി അല്ലേടി? നിന്നെ ഞാൻ കാണിച്ചു തരാടി. അവൻ മുന്നോട്ട് ചാടി അവളുടെ മുടിക്ക് കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവൾ അടുത്ത ഓഫർ ഇട്ടു. 25,000. 25,000 രൂപ ഞാൻ തരും. വിളവിറക്കാതെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കുവാണേൽ. പൊന്മുട്ടയിടാൻ തയ്യാറായി നിൽക്കുന്ന ആ താറാവിനെ അവൻ അടിമുടി ഒന്ന് നോക്കി. 50,000. പോട പട്ടി. ഓക്കെ, വേണ്ട, ഞാൻ എല്ലാവരെയും വിളിക്കട്ടെ. ശരി, 30,000. 40. 35. പ്ലീസ്. ശരി. നിൻ്റെ ഉണക്ക കാശിന് വേണ്ടിയിട്ടല്ല. ഇനി ഈ തിരുമോന്ത ജീവിതത്തിലൊരിക്കലും കാണണ്ടല്ലോ എന്നോർത്തിട്ടാ. കാശട്. അത് പറ്റില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. നീ വരാൻ പണി നോക്ക്. ശരി, തരാം. പിന്നെ ഈ കാശ് തരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കാൻ മാത്രമല്ല, തിരികെ വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങാൻ വേണ്ടി കൂടിയാണ്. ഞാനൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി. ഓ, ആയിക്കോട്ടെ. ആ കോപ്പേ. അവൻ ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ നിന്നും എടുത്തിട്ട് പുറത്തേക്ക് തള്ളുന്നതിൽ ചോദിച്ചു. എന്നാലും ഇതറിയുമ്പോൾ അമ്മമ്മ എങ്ങനെ സഹിക്കൂടി? അതിനുള്ള മറുപടിയില്ലാതെ കണ്ണുകൾ തുളച്ചുകൊണ്ട് അവൾ അവന് പുറകെ പുറത്തേക്ക് നടന്നു. തുടരും.